ഡോക്ടറിന്റെ മുടി കാണുമ്പോഴേ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ മുടിയും ഇതുമായിട്ട് ചാലി ചെയ്ത് നോക്കാം കേട്ടോ. നമ്മള് പലപ്പോഴും ഇപ്പൊ എന്റെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുന്നിലോട്ട് വരുന്ന പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഈ കുറ്റിച്ചൂല് പോലൊക്കെ ആക്കുന്നുണ്ട്. ഡോക്ടറുടെ മുടി എന്ത് രസമായിട്ടായിരിക്കുന്നത് അല്ലെ. ശരിക്കും ഈ സ്ട്രെയിറ്റ് ചെയ്യുക, അതിനകത്ത് കുറെ അധികം കളറുകളൊക്കെ അടിക്കുക, അത് മുടിയെ ഹാനികരമായിട്ട് ബാധിക്കുന്നതാണ്. ദൈവം നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് നേച്ചറിൽ തന്നെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ മാക്സിമം ഇപ്പോഴത്തെ ജനറേഷൻ ശ്രമിക്കണം. ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അത് കുറച്ച് ജസ്റ്റ് ഒരു എല്ലാവർക്കും ഒരു കൗതുകമായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം ചെയ്യണം. ഈ മീഡിയാസിൽ തന്നെ കുറേ യൂട്യൂബിൽ ഇപ്പം എൻ്റെ മക്കൾ തന്നെ ഈ കളറിങ്ങും ഈ ബാർബി ഡോളിനൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഹെയർ കളർ ചെയ്യുക അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർക്കും തോന്നി ഇങ്ങനെ കളറിൽ പ്രവേശിച്ചാൽ ഭയങ്കര അത്, പക്ഷേ ഇവരുടെ ഹെൽത്താണ് സ്പോയിൽ ചെയ്യുന്നത്, ഹെയർ മാത്രമല്ല ഡാമേജ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്റ്റഡീസ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ കിഡ്നിക്ക് പ്രശ്നമാകും. ഇപ്പോഴത്തെ ജനറേഷൻ ദേ ആർ ഫേസിങ് ലൈക്ക് കിഡ്നി പ്രോബ്ലംസ്. ഡയാലിസിസിലോട്ട് പോയ കേസസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ കളറും നമ്മുടെ രക്തത്തിലോട്ടോ അത് വലിച്ചെടുക്കും ആ കെമിക്കൽസ് മൊത്തം. ഇപ്പോൾ കണ്ടീഷണർ പോലും അതിൽ കണ്ടീഷണർ എടുത്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ കണ്ടീഷണേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്കാൽപ്പിൽ ടച്ച് ചെയ്ത് ആ കണ്ടീഷണർ അപ്ലൈ ചെയ്യും. പക്ഷെ നമ്മൾ കുളിക്കുമ്പോൾ അതെന്തായാലും സ്കാൽപ്പിലോട്ട് ടച്ച് ആവും. സോ അത് പറയുന്നത് അത് നമ്മൾ സാനിറ്ററി വാർണിംഗ് ആയിട്ട് തന്നെ